ഹായ് ഓൾ. LDC പേരീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒത്തിരി നാളെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഡെയിലി ടൈം ടേബിൾ. ഒരു ദിവസം പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട സമയക്രമത്തെക്കുറിച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പോകുന്നു. സോ ഈ ഒരു ടൈം ടേബിൾ ഇത്രയും വൈകിയതിന് പല റീസൺസ് ഉണ്ട്. ബിക്കോസ് നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ എല്ലാ തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെയും ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പല പല ഉദ്യോഗാർത്ഥികളും പല രീതിയിൽ പല സമയത്തും പഠിക്കുന്നവരാണ്. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർ ഹൗസ് വൈഫാണ്, ചിലർ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, എന്നാൽ മറ്റു ചിലർ റെഗുലർ ഫോളോവേഴ്സ് ആണ്. മാത്രമല്ല ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും എല്ലാം വ്യത്യസ്തമാണ്. ചിലർക്ക് SCRT ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ മതിയാകും, ആൾറെഡി ഒത്തിരി തവണ വായിച്ചിട്ടുള്ളവരായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഭയങ്കര ഈസി ആയിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും വളരെ ഈസി. സോ അത്തരത്തിൽ പല വ്യത്യസ്തതകൾ നിറഞ്ഞ ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനറലൈസ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും ഒരുവിധം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ സബ്ജക്റ്റുകളെ എങ്ങനെ ഒരു ഡെയിലി റൊട്ടീനിൽ ക്രമീകരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ അതിനുവേണ്ടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നിശ്ചിതമായ വെയിറ്റേജ് ഓരോ സബ്ജക്റ്റിന് കൊടുത്തിട്ട് അതിനെ ഒരു ഡേ ബൈ ഒരു അവർലി ബേസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്ക് എഴുന്നേൽക്കുന്നത് കണക്കാക്കിയാണ്. അപ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രഭാതകർമ്മങ്ങളും എല്ലാം നിർവഹിച്ച് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് 7 മണിയാകുമ്പോൾ പഠിക്കാനിരിക്കുന്ന രീതിയിൽ ആ വ്യക്തി തയ്യാറാകണം. എന്നിട്ട് നമ്മുടെ ഒരു ടൈം ടേബിൾ നമ്മളെ സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം. നമ്മൾ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനുപരി അത് പഠിച്ച കാര്യങ്ങൾ ഒത്തിരി റിവിഷൻ ചെയ്യുന്നതിൽ ഫോക്കസ്ഡ് ആണ് നമ്മുടെ സ്റ്റഡി മെത്തേഡ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിക്ക പ്ലാൻസും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിവിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച SCRT ചാപ്റ്ററും അതുപോലെ കഴിഞ്ഞ ദിവസം പോയ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തുടങ്ങിയ സബ്ജക്ട്സിലൂടെ എല്ലാം ഒന്ന് കണ്ണോടിക്കാൻ 2 മണിക്കൂർ നമ്മൾ കൊടുക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളിൽ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും. ആ കോൺഫിഡൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാമാണ് ഈ ഒരു ഡേയിൽ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. 9 മണിയാകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം റിവിഷനും കഴിഞ്ഞു, ഇനി ഒന്ന് വിശപ്പൊക്കെ മാറ്റാം എന്നുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു. 9:30ക്ക് അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇംഗ്ലീഷിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ തുടങ്ങിയില്ലെങ്കിൽ ഈ ഒക്കാബുലറി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര വിരസമായിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമർ പോർഷനൊക്കെ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫ്രഷ്നസ് കാണും. സോ ആ ഫ്രഷ്നസ് നിലനിർത്തിക്കൊണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ തുടങ്ങുന്നു. ഇംഗ്ലീഷിൽ തുടങ്ങി 10:30 ആകുമ്പോൾ ഇംഗ്ലീഷ് ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്കൊരു ഫ്രഷ്നസ്, ഒരു മൈൻഡ് ഒത്തിക്കൂടെ തിങ്കിങ് ലെവലിലോട്ട് മാറാൻ വേണ്ടി നമ്മളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം 10:30 ആകുമ്പോൾ. 10:30 ആകുമ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിലെ ടെസ്റ്റ് അപ്ഡേറ്റ് ആകും നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത SCRT ചാപ്റ്ററിൻ്റെ ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് ഒരു PSC എക്സാം എഴുതുന്ന പോലെ OMR എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്ത് ഉത്തരം മാർക്ക് ചെയ്ത് വെക്കുക. ഒരു പരീക്ഷ എഴുതി കഴിയും 11 മണിയാകുമ്പോൾ. ആ 11 മണിക്ക് പരീക്ഷ എഴുതി വൈകുന്നേരം റിസൾട്ട് വരും എന്നറിയാം. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ എഴുതി പരീക്ഷയൊക്കെ എഴുതി അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നത് നിങ്ങൾ ഈ 11 മണി സമയത്ത് നമ്മൾ അടുത്ത കുറച്ചുകൂടെ മൈൻഡിനെ വൈബ്രൻ്റ് ആക്കാൻ മാത്സ് എടുക്കുവാണ്. മാത്സ് പഠിക്കേണ്ട ഒരു രീതിയെ പറ്റി ഞാൻ പറഞ്ഞു. മാത്സ് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അതും ചെയ്യുന്നത് സാധാ 10ാം ക്ലാസ് ലെവൽ ചോദ്യപേപ്പറുകൾ, മുൻകാല ചോദ്യപേപ്പറുകൾ മാത്രം വർക്കൗട്ട് ചെയ്യാതെ ഡിഗ്രി ലെവലിലെ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ LDC വേരിയസ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തവണ ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളെ പോലെ കിടപിടിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് കഴിഞ്ഞ LDC വേരിയസിനുണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്സിലെ മാർക്ക് നമുക്ക് വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ചോദ്യപേപ്പറുകൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇനി 12 മണി 1 മണി സമയത്ത് നമ്മൾ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മലയാളം ഒന്ന് എടുക്കുക. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനാണ്. പര്യായപദങ്ങൾ, വിപരീത പദങ്ങളും എല്ലാം എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അതിൽ നിന്നാണ് കൂടുതൽ നമുക്ക് വെയിറ്റേജ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള സാധ്യത എന്താണ്, ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ മലയാളം പഠിച്ചു കഴിഞ്ഞു, നമ്മളൊന്ന് റിലാക്സ് ചെയ്യുകയാണ്, ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ 2 മണി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുഡ് കഴിച്ച് റിലാക്സ് ചെയ്യുന്നു. 2 മണിക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഫെയിൽ അല്ല, പകരം SCRT ആണ്. നാളെ നമുക്ക് SCRTയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ മുമ്പത്തെ ഒത്തിരി വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഡെയിലി SCRT പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ GK പോർഷൻസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് SCRTക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് എന്തായാലും ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ, ടെസ്റ്റ് സീരീസിന് ഒരു ചാപ്റ്റർ ഡെയിലി പഠിച്ചു പോകണം. അപ്പോൾ ആ രീതിയിൽ 12 to 4 എന്ത് ചെയ്യുക, SCRT ചാപ്റ്റേഴ്സിന് മേളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ 4 മണിയാകുമ്പോൾ നമ്മുടെ എന്ത് വരും, ആൻസർ കീയുടെ. അപ്പോൾ 2 മണിയാകുമ്പോൾ തന്നെ ആൻസർ കീ വന്നിരിക്കും. ആ ഒരു ആൻസർ കീ വെരിഫൈ ചെയ്യാം. നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ രാവിലെ നമ്മളൊരു എക്സാം എഴുതിയല്ലോ SCRT ബേസിൽ. സോ അതിൻ്റെ ആൻസർ കീ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഈ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോയ ചോദ്യങ്ങൾ, നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ചോദ്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അത് വെരിഫൈ ചെയ്യാൻ. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോർഷൻസ് എന്ത് ചെയ്യുക, തിരിച്ച് നമ്മുടെ പുസ്തകത്തിലോട്ട് പോവുക. പുസ്തകത്തിൽ പോയിട്ട് ആ തെറ്റിപ്പോയത് മാർക്ക് ചെയ്ത് ഡൗട്ട് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുക.
അത്തരത്തിൽ പഠിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ എന്താ പറയുക റിവിഷൻ അവിടെ പോസിബിൾ ആകും. ഒപ്പം തന്നെ നമ്മുടെ വീക്ക് പോയിന്റ്സ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഡെയിലി ഒരു എക്സാം എഴുതി അത് വെരിഫൈ ചെയ്യുന്നതിലൂടെ സാധിക്കും. സോ അപ്പം 5-5:30 മണിയായി. 5:30 മണിക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇതുവരെ? ഇംഗ്ലീഷ്, മാത്സ്, ദെൻ മലയാളം, പിന്നെ നമ്മൾ ഒരു SCRT ചാപ്റ്ററും പഠിച്ചു, അതിൻ്റെ റിവിഷൻ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ റിവിഷനും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി 5-5:30 ആയി, ഒരു ചായ കുടിക്കാം. അപ്പോൾ ചായക്ക് ഒരു നല്ലൊരു ബ്രേക്ക് കൊടുത്തു. നമ്മൾ ഇനി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ, പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. 2020 തൊട്ട് ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. അത്തരത്തിൽ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഡെയിലി ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു റൊട്ടീനിൽ ഈ ഒരു ഷെഡ്യൂളിൽ എന്താ പറയുക, പ്രീവിയസ് ക്വസ്റ്റിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ വേണമെങ്കിൽ പഠിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിലബസിൽ ചില പോയിന്റ്സ് ഉണ്ട്, ആക്ടുകൾ, ഇമ്പോർട്ടൻറ്റ് ആക്ടുകൾ, പിന്നെ കേരള ഗവേണൻസിന്റെ പോർഷൻ. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. നീതി ആയോഗ്, സോ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് കാണും സ്ഥിരം PSC ചോദിക്കുന്ന. അത്തരത്തിലുള്ള സെക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ടൈം ഗ്യാപ്പിൽ അറേഞ്ച് ചെയ്യാം. അത് സ്ഥിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ സെറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ദെൻ 9 മണി വരെ പഠിച്ചു. ഇനി ഫുഡും കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി 10-11 മണി, ഒരു മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു മണിക്കൂർ നമ്മൾ കറണ്ട് അഫേഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കും. ഈ ഒരു കറണ്ട് അഫേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? തുടക്കത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിച്ചു തുടങ്ങാൻ. അതായത് നമ്മൾ ആദ്യം ടോപ്പിക്കുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്പിക്സുകളുണ്ട്, അത് നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ആ PDF പ്രകാരം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തിട്ട് അത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കുക. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളെല്ലാം കവർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അടുത്ത കഴിഞ്ഞ 6 മാസത്തേക്ക് പഠിക്കുക. ദെൻ അതിന് 6 മാസത്തേക്ക്, പിന്നെ ലാസ്റ്റ് ഇയറിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ട്സുകൾ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. ആ രീതിയിൽ കറണ്ട് അഫേഴ്സ് ഫോളോ അപ്പ് ചെയ്യുക. ഒപ്പം തന്നെ രാവിലെ പഠിച്ച മലയാളം, ഇംഗ്ലീഷൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡെയിലി റൊട്ടീൻ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡേ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു റിവിഷനിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അത്തരത്തിൽ ഡെയിലി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിനെ പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ഈ കമന്റ് ബോക്സിൽ ഇടുക, ബിക്കോസ് അത് പല ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഹെൽപ്ഫുൾ ആകും. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് PSC. താങ്ക് യു ഓൾ.